കടുത്ത മതനിയമങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമിടയിൽ നിന്ന് യേശുക്രിസ്തുവിലൂടെ യഥാർത്ഥ സ്വാതന്ത്ര്യം കണ്ടെത്തിയ 3 വനിതകളുടെ വിസ്മയകരമായ സാക്ഷ്യങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നു. CBN ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അമാനുഷികമായ ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും തങ്ങൾ എങ്ങനെ സത്യം കണ്ടെത്തിയതെന്ന് ഇവർ വെളിപ്പെടുത്തിയത്. 2022 ഇറാനിൽ ജിന മഹ്സ അമീനി എന്ന പെൺകുട്ടി ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്നാരോപിച്ച് പോലീസ് മർദ്ദനമേറ്റ് മരിച്ച സംഭവം ലോകത്തെ നടുക്കിയിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഇറാനിൽ ഉയർന്ന സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം നൽകിയ കരുത്തിലാണ് ഈ വനിതകൾ തങ്ങളുടെ വിശ്വാസാനുഭവം ലോകത്തോട് പങ്കുവച്ചത്. ഇറാനിൽ വളർന്ന യാസ്ര ലാർക്കി താൻ അനുഭവിച്ച വിവേചനങ്ങളെക്കുറിച്ച് വികാരാധീനനായി സംസാരിച്ചു. 9-ാം വയസ്സ് മുതൽ ഹിജാബ് ധരിക്കാൻ നിർബന്ധിതയായ അവൾക്ക് പുരുഷന്മാരെക്കാൾ താഴ്ന്നവളാണ് സ്ത്രീ എന്ന ചിന്താഗതിയാണ് സമൂഹം നൽകിയത്. 2ാം തരം പൗരയായി ജീവിക്കേണ്ടി വന്നത് മാനസികമായി വലിയ പ്രയാസമുണ്ടാക്കി. എന്നാൽ ക്രിസ്തുവിൽ ഞാൻ എൻ്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞുവെന്ന് യാസ്ര സാക്ഷ്യപ്പെടുത്തുന്നു. അമേരിക്കയിലേക്ക് കുടിയേറിയ നിക്ത മസൽവൈറ്റ് ലഹരി മരുന്നിനും തെറ്റായ ആചാരങ്ങൾക്കും അടിമയായി ജീവിതം തകർന്നു നിൽക്കുന്ന സമയത്താണ് അമ്മ അവളെ ഇറാനിലേക്ക് തിരിച്ചയച്ചത്. അവിടെ വെച്ച് അവൾ ഒരു അത്ഭുത സ്വപ്നം കണ്ടു. ഒരു പള്ളിക്കുള്ളിൽ യേശുക്രിസ്തു നിൽക്കുന്നതും എന്നെ അനുഗമിക്കുക എന്ന് അവളോട് പറയുന്നതും അവൾ കണ്ടു. ഈ ദർശനം അവളുടെ ജീവിതം മാറ്റിമറിച്ചു. കുടുംബത്തിൽ നിന്നുള്ള കടുത്ത പീഡനങ്ങൾ വകവയ്ക്കാതെ അവൾ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും മാമോദീസ സ്വീകരിക്കുകയും ചെയ്തു. മൊറോക്കോ സ്വദേശിയായ സമീറ മരീം മരണത്തിന്റെ വക്കിലെത്തിയ ഒരു രാത്രിയിലാണ് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചത്. ആ നിമിഷം മുറിയിൽ വലിയൊരു പ്രകാശം നിറയുകയും അവൾക്ക് വിവരിക്കാനാവാത്ത സമാധാനം ലഭിക്കുകയും ചെയ്തു. 8 മാസത്തെ ആഴത്തിലുള്ള ബൈബിൾ പഠനത്തിന് ശേഷം അവൾ യേശുവിന്റെ ശബ്ദം നേരിട്ട് കേട്ടു. സമീറ, നിന്റെ അന്വേഷണം നിർത്താം. നീ നിന്റെ ജീവിതകാലം മുഴുവൻ തിരഞ്ഞുകൊണ്ടിരുന്നത് എന്നെയാണ്. മതപരമായ കർശന നിയമങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞാണ് ഇവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായത്. ഹിജാബ് ഉപേക്ഷിച്ചും കുടുംബത്തിന്റെ ബഹിഷ്കരണം നേരിട്ടും ഇവർ ഇന്ന് ക്രിസ്തുവിനെ ലോകത്തിനു മുൻപിൽ ധീരമായി സാക്ഷ്യപ്പെടുത്തുന്നു. മുസ്ലിം രാജ്യങ്ങളിൽ ഒട്ടേറെ പേർക്ക് ഇത്തരത്തിൽ സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപാടുകൾ ലഭിക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. ഞങ്ങൾ കണ്ടെത്തിയ സത്യം ഞങ്ങളെ പൂർണ്ണമായും സ്വതന്ത്രരാക്കിയെന്ന് ഈ യുവതികൾ ഒരേ സ്വരത്തിൽ പറയുന്നു. ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്കും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ സ്ത്രീകൾക്കും ഇവരുടെ ജീവിതം വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്.